നമ്മൾ ഓൾറെഡി ഫോക്കസ് എന്താണെന്നും റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫോക്കസും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. ഒരു സ്ഫെറിക്കൽ മിററിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോക്കസിനെ നമുക്ക് എഫ് എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് രണ്ടും സ്ഫെറിക്കൽ മിററിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. റിലേഷൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതിനായിട്ട് ഞാനൊരു മിറർ കൺസിഡർ ചെയ്തു, ഒരു സ്ഫെറിക്കൽ മിറർ ആയിക്കോട്ടെ. ഞാൻ കോൺകേവ് സ്ഫെറിക്കൽ മിറർ കൺസിഡർ ചെയ്തു. കോൺകേവ് സ്ഫെറിക്കൽ മിറർ, ഈ ഭാഗം സെൻറ്ററിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫസും മറുഭാഗം പോളിഷ്ഡ് സിൽവേർഡ് ആയിട്ടുള്ള ഭാഗവുമുള്ള ഒരു മിറർ ഞാൻ കൺസിഡർ ചെയ്തു. ആ മിററിൻ്റെ മിഡ് പോയിൻ്റ് പോളായിട്ട് എടുത്തു. പോൾ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചർ സി മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ സി. അതിനുശേഷം പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ആ ലൈറ്റ് റേക്ക് ഞാൻ പേര് കൊടുത്തു എൻ എം. എൻ എം എന്നുള്ള പേരിലാണ് പാരലൽ ലൈറ്റ് റേ അറിയപ്പെടുന്നത്. എൻ എം. പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ എം എന്നുള്ള പോയിന്റിൽ മിററിൽ തട്ടി തിരിച്ച് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇതിൽ നിന്നും ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു നോർമൽ വരയ്ക്കുകയാണ്. ഒരു സർക്കിളിൻ്റെ നോർമൽ വരച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സെൻറ്ററിലൂടെ കടന്നു പോകും, അല്ലെ? പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സെൻറ്ററിലൂടെ കടന്നു പോകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് അത് കാണിച്ചിരിക്കുന്നു. ഡോട്ടഡ് ലൈനായിട്ട് നോർമൽ വരച്ചിരിക്കുന്നു. നമ്മൾ നോർമൽ എന്ന് മാർക്ക് ചെയ്തു. നോർമൽ സിയിലൂടെ കടന്നുപോയി, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന നോർമൽ നമ്മൾ വരച്ചു. ഇനി നമ്മൾ കൃത്യമായിട്ട് ഇതിനെ നോക്കുകയാണ്. നോർമൽ നമ്മൾ വരച്ചു, പാരലൽ ലൈറ്റ് റേയും നമ്മൾ വരച്ചു, അത് ഫോക്കസിലൂടെ കടന്നുപോയി. നമുക്കറിയാവുന്ന ഒരു കാര്യം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു, അല്ലേ? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിള്, ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് നമ്മൾ പറയാറ്. അതിനെ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. എൻ എം സി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ദാറ്റ് ഈസ് തീറ്റ. ഞാൻ അതിനെ എന്തെന്നെടുത്തു? തീറ്റ എന്നെടുത്തു. അതേപോലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതും നമുക്കറിയാം. ഫോർ റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ. സോ ആർ ഈക്വൽ ടു തീറ്റ. നമ്മളിവിടെ അത് മാർക്ക് ചെയ്തു വെച്ചു, തീറ്റ തീറ്റ. ശ്രദ്ധിക്കൂ, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് എൻ എം. എൻ എം ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അതുകൊണ്ട് ഈ ലൈൻ, അല്ലേ, ഒരു ലൈൻ വരച്ചു. ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും എന്തായിട്ട് മാറുന്നു? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിട്ട് മാറുന്നു. അവ തുല്യമാണ്. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ. സോ നമുക്കത് ഇവിടെ എഴുതാം. എന്തെഴുതാം? ആംഗിൾ എൻ എം സി, ആംഗിൾ എൻ എം സി ഈക്വൽ ടു, എന്തിനോട് ഈക്വൽ ആണ്? ആംഗിൾ എം സി എഫ് എന്ന് പറയാം, ഡി എന്ന് പറയാം, പി എന്ന് പറയാം. ഞാൻ സൗകര്യത്തിന് വേണ്ടി ആംഗിൾ എം സി പി എന്ന് പറയുന്നു. ആംഗിൾ എം സി
പി, ആംഗിൾ MCP എത്രയാണത്? ഈക്വൽ ടു തീറ്റ. കൃത്യമായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തു. എന്താ കാരണം? ഇതിനെന്താ കാരണം? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഇതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ? രണ്ട് പാരലൽ റേ ആണ്. ഇത് പാരലൽ ആണ്, ഇത് പാരലൽ ആണ്. രണ്ട് പാരലൽ ലൈനിനെ മറ്റൊരു ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു, മറ്റൊരു ലൈനിനെ വരച്ചു, കുറുകെ വരച്ചു. സോ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ, രണ്ട് പാരലൽ ലൈനുകൾ, മറ്റൊരു ലൈൻ. ദിസ് ആംഗിൾ രണ്ടും ഈക്വൽ ആണ്, കൃത്യമായിട്ട് കാണിച്ചു. ഇനി നമുക്ക് നോക്കൂ, NMF എത്രയാണ് ആംഗിൾ? ആംഗിൾ NMF ഈക്വൽ ടു തീറ്റ പ്ലസ് തീറ്റ ഈക്വൽ ടു 2 തീറ്റ. തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ, രണ്ട് തീറ്റയും കൂട്ടി അല്ലേ NMF. ഈ വലിയ ആംഗിൾ തീറ്റയും കൂട്ടി 2 തീറ്റ. NM-ഉം CP-യും പാരലൽ ആയതുകൊണ്ട് ഈ ലൈൻ അല്ലേ, ഈ സ്ട്രെയിറ്റ് ലൈൻ, ഈ ലൈൻ അതിനെന്ത് ചെയ്തിരിക്കുന്നു? ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ MFP ഈസ് ഓൾസോ ഈക്വൽ ടു 2 തീറ്റ. ശ്രദ്ധിക്കണം, MFP ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 2 തീറ്റ. കാരണം എന്താ? ഇതും പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 തീറ്റയും ഈ 2 തീറ്റയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അവ ഈക്വൽ ആണ്. റൈറ്റ്, കിട്ടി. നമുക്ക് 2 തീറ്റ എന്ന് എഴുതി. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ വരച്ചു. അതിന് ഞാനൊരു പേര് കൊടുത്തു, M. ഓൾറെഡി അവിടെ ഉണ്ട്. MD എന്ന് കൊടുത്തു. MD ഈസ് ദ നെയിം. പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തു. ഇതിനെ സംബന്ധിച്ചിടത്തോളം അപ്പറേച്ചർ ചെറുതായതുകൊണ്ട് ഡിയും പിയും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് അല്ലെ. DP എന്നുള്ള ലെങ്ത് വളരെ ചെറുതാണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. D ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P ആണെങ്കിലും നമ്മൾ എടുക്കുന്നു D ഈസ് ഈക്വൽ ടു P എന്ന് എടുക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കണം, D തന്നെയാണ് P, കാരണം ഫോർ സ്മോൾ അപ്പറേച്ചർ. റൈറ്റ്. ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. നമുക്ക് കണ്ടുപിടിക്കണം, F-ഉം R-ഉം തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അതായത് ഒരു സൈഡ് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഏതൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾ? ഒന്നാമത്തെ ട്രയാങ്കിൾ M, ദാ ഇവിടുന്ന് തുടങ്ങുന്നു, MCD. MCD അല്ലേ, ഈ ഡോട്ടഡ് ലൈനൊക്കെ ഉള്ള ട്രയാങ്കിൾ ഞാനിവിടെ എഴുതുന്നു. ഒന്നാമത്തെ ട്രയാങ്കിൾ MCD. ട്രയാങ്കിൾ MCD എടുത്തു ഞാൻ. ആ ട്രയാങ്കിൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ, ഏതാ ട്രയാങ്കിൾ? ഇതാ ഞാൻ പേന ഇതുകൊണ്ട് കാണിക്കുകയാണ്. MCD റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടാൻ തീറ്റ എത്രയാണ്? ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തീറ്റ ഇതാണ്, ഈ ആംഗിളാണ് തീറ്റ. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് MD ആണ്. MD നമുക്കറിയാം, MD ഞാൻ എഴുതി, MD ബൈ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം അല്ലേ, അഡ്ജസൻറ്റ് എന്ന് പറയുന്നു, CD. MD ബൈ CD. ഞാനതിനെ 1 എന്ന് വിളിക്കുന്നു, ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വിളിച്ചു. ഞാനിനി അടുത്ത ഒരു റൈറ്റ് ട്രയാങ്കിൾ കൂടി കൺസിഡർ ചെയ്യാണ്, ഒരു കുഞ്ഞ് ട്രയാങ്കിൾ MFD. ഓക്കെ, ട്രയാങ്കിൾ MFD എന്നുള്ളതാണ് എൻ്റെ ട്രയാങ്കിൾ. അവിടെയും ഞാൻ ടാൻ തീറ്റ എടുക്കുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് തന്നെയാണ്. ഓപ്പോസിറ്റ് എന്നുള്ളത് MD അല്ലേ, ഓപ്പോസിറ്റ് MD ആണ്. നമുക്ക് അവിടെ ടാൻ തീറ്റ ഇല്ല, നമുക്ക് ടാൻ 2 തീറ്റയാണുള്ളത്. നമുക്ക് എന്തായി? ടാൻ തീറ്റ അല്ല, ടാൻ 2 തീറ്റയാണുള്ളത്. ട്രയാങ്കിൾ
എഫ് ഡിയിൽ നമ്മൾ എന്തെടുത്തു? ടാൻ 2 തീറ്റ എടുത്തു. കൺസിഡറിങ് ട്രയാങ്കിൾ എം എഫ് ഡി. എം എഫ് ഡി. ദിസ് ആംഗിൾ ഈസ് 2 തീറ്റ. സോ ടാൻ 2 തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് എം ഡി by adjacent FD. MD by FD, right? MD by FD. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഫോർ സ്മോൾ ആംഗിൾസ്, ചെറിയ ആംഗിളുകളെ സംബന്ധിച്ചിടത്തോളം, ഫോർ സ്മോൾ ആംഗിൾസ് ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരുടെ കാര്യത്തിൽ? ഫോർ സ്മോൾ ആംഗിൾസ്, ചെറിയ ആംഗിളുകളെ സംബന്ധിച്ചിടത്തോളം ടാൻ തീറ്റ സൈൻ തീറ്റയോട് ഈക്വൽ ആണ്, ഏകദേശം ഈക്വൽ ആണ്, അത് തീറ്റയോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം? തീറ്റ എന്നാക്കാം. തീറ്റ ഈക്വൽ ടു എം ഡി ബൈ സി ഡി അല്ലേ? ടാൻ തീറ്റ എന്നുള്ളത് തീറ്റ ഈക്വൽ ടു എം ഡി ബൈ സി ഡി എന്നായി. അതേപോലെ തന്നെ 2 തീറ്റ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ ടാൻ 2 തീറ്റയിൽ ടാൻ 2 തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ 2 തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 തീറ്റ. നമ്മൾ എഴുതി 2 തീറ്റ ഈക്വൽ ടു സെയിം തന്നെ എം ഡി ബൈ എഫ് ഡി. നോക്കൂ, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ഇത് തീറ്റ, ഇത് 2 തീറ്റ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മളൊരു ബന്ധം മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ഇത് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇതാണ് അല്ലേ? ഇത് എന്ന് പറയുന്നത് ഇതിനെ 2 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? എം ഡി ബൈ എഫ് ഡി ഈക്വൽ ടു അല്ലേ? ഇത് എന്ന് പറയുന്നത് എം ഡി ബൈ എഫ് ഡി ഈക്വൽ ടു 2 ഗുണിക്കണം എം ഡി ബൈ സി ഡി എന്നുള്ളതാണ്. എം ഡി ബൈ സി ഡി. എം ഡി 2 സൈഡിലും ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. എം ഡി ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 1 ബൈ എഫ് ഡി ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ സി ഡി. നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ടാലോ? നമുക്കിവിടെ 1 ബൈ എഫ് ഡി ഈക്വൽ ടു 2 ബൈ സി ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം എന്തുണ്ടാവും. അപ്പം എന്ത് വരും? ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എഫ് ഡി ഈക്വൽ ടു അല്ലേ? റെസിപ്രോക്കൽ ചെയ്തു, എഫ് ഡി തിരിച്ചിട്ടു, 1 താഴെ പോയി, ഹിഡൻ ആയിപ്പോയി, 1 നമുക്ക് എഴുതേണ്ട കാര്യമില്ല. എഫ് ഡി സമം എഫ് ഡി ഈക്വൽ ടു സി ഡി ബൈ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. എന്താണ് എഫ് ഡി, എന്താണ് സി ഡി? അതാണ് നമുക്കിനി നോക്കാം. എഫ് ഡി നോക്കുക. എഫ് ഡി നമ്മൾ പറഞ്ഞു എഫ് ഡി എന്തിനോട് ഈക്വൽ ആണ്? എഫ് പിയോട്. ഡി എന്ന് പറയുന്ന പോയിന്റ് ഓൾമോസ്റ്റ് പി തന്നെയാണ്. നമുക്ക് എഫ് ഡിനെ എന്തെന്ന് പറയാം? എഫ് പി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ സൈൻ കൺവെൻഷനിൽ പഠിച്ചതനുസരിച്ച് എല്ലാ ഡിസ്റ്റൻസും എവിടെ നിന്ന് അളക്കണം? പോളിൽ നിന്ന് അളക്കണം. അപ്പോൾ നമുക്ക് എഫ് പിനെ നമ്മൾ സൈൻ കൺവെൻഷൻ പഠിച്ചത് കൊണ്ട് നമുക്ക് പി എഫ് എന്ന് എഴുതാം അല്ലേ? ഡി എഫ് അല്ലെങ്കിൽ എഫ് ഡി അല്ലെങ്കിൽ എഫ് പി ഒക്കെ തുല്യമാണ്. നമുക്ക് എന്ത് എഴുതി? പി എഫ് ഈക്വൽ ടു പി എഫ്, പി തൊട്ട് എഫ് വരെയുള്ള ദൂരം അതെന്താണ്? ഫോക്കസ് ദൂരമാണ്, ഫോക്കൽ ലെങ്ത് ആണ്. അടുത്ത സ്റ്റെപ്പിൽ മാറ്റാം. പി എഫ് സമം സി ഡി, സി തൊട്ട് ഡി വരെ, ഡി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു പി. അപ്പോൾ നമുക്ക് അതിനെ പി സി എന്ന് എഴുതാം. ഈക്വൽ ടു പി സി ബൈ 2, പി സി ബൈ 2 എന്ന് എഴുതി. പി എഫ് ഈക്വൽ ടു പി സി ബൈ 2. എന്താണ് പി എഫ്? പി എഫ് എന്നുള്ളത് ഫോക്കസ് ദൂരം എഫ് ആണ്. ഫോക്കസ് ദൂരം എഫ് ആണ്. എഫ് സമം എന്താണ്? പി സി, സി തൊട്ട് പി വരെയുള്ള ദൂരം അല്ലെങ്കിൽ
പിയിൽ നിന്ന് സിയിലേക്ക്, എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് വേണം. പിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എന്താണത്? അതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. r/2. സോ നമുക്ക് അവർ തമ്മിലുള്ള ബന്ധം കിട്ടി. എഫ് സമം r/2. നമ്മൾ അതിനൊന്ന് ഭംഗിയാക്കി എഴുതണ്ടേ? ഒന്ന് ഭംഗിയാക്കി എഴുതുമ്പോൾ r സമം 2f. r സമം 2f. അല്ലെ, ഈ 2 ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ഇവിടെ ഡിവിഷൻ ആണ്, ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. r സമം 2f. അല്ലേ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരത്തിനെ 2 കൊണ്ട് ഗുണിക്കുക. അതിനെയാണ് നമ്മൾ ഡബിൾ ചെയ്യുക, ഇരട്ടിയാക്കുക. ആ ഇരട്ടിയായിരിക്കും ഇവിടേക്ക്, ഇവിടെ നിന്ന് ഇവിടേക്ക്. ശ്രദ്ധിക്കണം, ഇവിടുന്ന് ദിസ് ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എഫ് എന്ന് പറഞ്ഞത്. പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് എഫ്. പോളിൽ നിന്ന് സിയിലേക്കുള്ള ഈ ദൂരം, അതാണ് r, റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ നിന്ന് പോളിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അത് 10 ആണ് എന്ന് വിചാരിക്കൂ, 10 ആണ് വിചാരിക്കൂ. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം 10 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം 10ന്റെ പകുതിയായിരിക്കും. അതെത്രയാ? 5 ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ബന്ധം മനസ്സിലായി. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം. അതാണ് ഇവര് തമ്മിലുള്ള ബന്ധം. ഇനി നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടത് ഫോക്കസും വസ്തു വെച്ചുകൊണ്ട്, ദർപ്പണത്തിൽ വസ്തു വെച്ചാൽ എങ്ങനെയാണ് കാണുക? വസ്തുവിൻ്റെ ദൂരവും ഫോക്കസ് ദൂരവും പ്രതിബിംബമുണ്ടാവുന്ന ദൂരവും ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്തത് പരിശോധിക്കാനുള്ളത്.